എനിക്ക് അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയും. മയിലിന്റെ രൂപത്തിൽ അള്ളാന്റെ റസൂല് വരും, കുതിരന്റെ രൂപത്തിൽ വരും. ഇനി ബുറാക്കുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നതുപോലെ എൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കും. शैतान ने कहा कि मैं जिब्राइल हूँ. क्या कहा शैतान ने? मैं जिब्राइल हूँ और मैं बुराक लेकर आया हूँ. अल्लाह तुझे मेराज पर बुला रहा है, जल्दी निकल, चल बुराक पर सवार हो. ഒരു ആലിമും ജാഹിലായ ആബിദും തമ്മിലുള്ള ഫർക്ക്. നമ്മൾ എന്തുകൊണ്ട് ആലിമീങ്ങൾ ഉണ്ടാകണം? വെറും ഇബാദത്ത്, അറിവില്ലാതെ ഇബാദത്ത് ചെയ്തത് കൊണ്ടൊരു കാര്യവുമില്ല. അവർ ശൈത്താന്റെ ആ പിശാചിന്റെ ചതിയിൽ കുടുങ്ങാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അറിവില്ലാത്ത ആബിദാകാതെ അറിവുള്ള ആബിദായി ആലിമായി മാറാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. സ്വയം ആലിമാകണം, പരമാവധി പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ ഉപദേശിച്ചത്. ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ആബിദിന്റെ അടുക്കൽ അദ്ദേഹം രാത്രി നല്ല ഉറങ്ങണ സമയത്ത് പിശാച്ച് ഇരുട്ടത്ത് വന്നു. അങ്ങനെ ദസ്തക്കിയ വാതിൽമൽ മുട്ടി. രാത്രി ആബിദ് ഉറങ്ങുക, നല്ല ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആബിദ് ഉറങ്ങുകയാണ്. ആ സമയത്ത് വാതിലിൽ മുട്ടി. വാതിലിൽ മുട്ടിയപ്പോ ആബിദ് ഉണർന്നിട്ട് കോൻ ഹേ എന്ന് ചോദിച്ചു. അപ്പൊ ജവാബ് വന്നു പുറത്തുനിന്നേ. ശൈത്താന് ജവാബ് പറഞ്ഞു, മേ ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ ജിബ്രീലാണ്. എന്താ ജിബ്രീൽ ഈ സമയത്ത് വന്നത്? ഞാൻ നിങ്ങളെ മേറാജിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അല്ലാഹു തആല ബുറാക്ക് തന്നയച്ചതാണ് എൻ്റെ അടുത്ത്. നോക്കണം, കേരളത്തിൽ നിന്ന് വന്ന സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലോ ശ്രദ്ധിക്കണം. ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ശൈഖന്മാർ, കള്ള ശൈഖന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ആലിമീങ്ങൾ വരെ കുടുങ്ങണ ഒരു കാലവും കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വല്ലാത്ത ഇഷ്ടമായി. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കുടുങ്ങണേ ആൾക്കാരാണ്. നമ്മളെ ബിരുദമുള്ള കൂട്ടരിൽ വരെ ഉണ്ട് അങ്ങനെ കുടുങ്ങിപ്പോണത്. നല്ലോണം തോർക്കണം, മുന്നിരിക്കുന്ന ഉസ്താദുമാർ പ്രത്യേകം. അതിനാണ് ഞാൻ നല്ലോണം ഇത് തർജ്ജമ ചെയ്യാൻ തന്നെ വെച്ചത്. അതിവിടെ പറയാൻ നല്ല ഒരു പറ്റിയ സംഗതിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ കേട്ടോ നിങ്ങൾ സഹോദരിമാര് കേൾക്കുക. രാത്രി ഉറങ്ങുന്ന ജാഹിലായ ആബിദിന്റെ അടുക്കൽ ശൈത്താൻ വന്നിട്ട് ഞാൻ ജിബ്രീലാണ്, എന്തിനാ വന്നത്? നിങ്ങളെ മേറാജിന് കൊണ്ടുചെല്ലണമെന്ന് അല്ല പറഞ്ഞയച്ചിട്ട് ബുറാക്കുമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആബിദ് മനസ്സിലാക്കി, ഞാനിങ്ങനെ ഇബാദത്ത് ചെയ്തപ്പോൾ എനിക്ക് അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയും. മയിലിന്റെ രൂപത്തിൽ അള്ളാന്റെ റസൂല് വരും, കുതിരന്റെ രൂപത്തിൽ വരും. ഇനി ബുറാക്കുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നതുപോലെ എൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കും എന്നൊക്കെ ഈ ജാഹിലായ ആബിദ് തെറ്റിദ്ധരിച്ചു. ഇരുട്ടുവാണ്. ഈ കള്ളനായ പിശാച്ച് കൊണ്ടുവന്നതൊരു കഴുതയായിരുന്നു. ഓ गधे को लेके आया बुराक नहीं, लेकिन अंधेरी में ये जाहिल आबिद क्या समझा, मैं उस मकाम पे पहुंचा है अल्लाह सुब्हानो तआला जैसा कि अपने हबीब रसूलुल्लाह को मेराज पे बुलाया, उसी जैसे मुझे भी बुला रहे. അങ്ങനെ ഇയാൾ വേഗം കുപ്പായിട്ട് പിശാച്ച് കൊണ്ടുവന്ന കഴുതപ്പുറത്ത് കൊണ്ടുപോയി കയറി. പിശാച്ച് ആ ഇരുട്ടിൽ ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു കാട്ട് കൊണ്ടുപോയി തള്ളി. സുബ്ഹാനല്ലാഹ്, രാത്രി പിന്നൊന്നും കാണാനില്ല. ഇയാൾ തപ്പിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എവിടെയുള്ളത്? മേ കഹാഹും മേ കൈസെ ഇധർ പൗഞ്ചാ ജിബ്രീൽ മുझे ക്യോं ഇധർ ജംഗൽ മേ ചോടാ. ഒന്നും അറിയാതെ ഇയാൾ നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോഴാ മനസ്സിലായത് ഞാനൊരു കാട്ടിലാണ്, എന്നെ പിശാച്ച് പറ്റിച്ചതാണ് എന്ന് ജാഹിലായ ആബിദിന് മനസ്സിലായത്. എന്നാൽ അതേ ഇബ്ലീസ് ആലിം സാബ് കെ പാസ് ആദി രാത് ഗയ. ഒരു ആലിമിന്റെ അടുക്കൽ നട്ടപ്പാതിരക്ക് ഇതുപോലെ ചെന്ന് വാതിൽമൽ മുട്ടി. ഹി നോക്ക്ഡ് അറ്റ് ഹിസ് ഡോർ. आलिम साहब आस्क्ड हु इज ऑन माय डोर. अच्छा मेरे दरवाजे पे कौन है? അപ്പൊ എന്ത് ചെയ്തു അറിയോ? വന്ന പിശാച്ച് പറഞ്ഞു, മേ ജിബ്രീൽ ഹും,
ഐ ആം ദി മെസഞ്ചർ, ദി ഏഞ്ചൽ ഗബ്രിയേൽ, ഞാൻ ജിബിരിയിലാണ് എന്നർത്ഥം. അച്ഛാ ജിബിരിയിൽ എന്താ ഇപ്പൊ ഈ നട്ടപ്പാതിർക്ക് വന്നതെന്ന് ചോദിച്ചു. വേറൊന്നുമല്ല, അള്ള പറഞ്ഞയച്ചതാ എന്നെ ബുറാക്കുമായിട്ട്. നിങ്ങളൊന്ന് മേറാജിന് കൂട്ടി കൊണ്ടുചെല്ലാൻ അള്ള പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കള്ളത്തൊരീക്കത്തിന്റെ ശൈഖന്മാരൊക്കെ പറയും അള്ളാഹ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മൊയ്തീൻ ശൈഖിന്റെ അടുത്ത് സ്വർണ്ണത്തളിക ഇറക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് അള്ള എല്ലാ ഹറാമും ഹലാലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. പിറാനെ പീർക്കോ ഓ സോനെ കെ ബർത്തൻ ഉതാർ ദിയ शैतान ने, बोले अल्लाह ताला आपके लिए तमाम हराम को हलाल करार दिया. देखो गुमराह करने के लिए शैतान कैसे कैसे सूरत में आता है. आलिम उड़ने चिंतिचू मेराज मेरे आका के लिए खुसूसी बात. हजरत मूसा अलैहिस्सलातु वस्सलाം, മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, അരിനി അൻദുറിലേക്ക്, പഠിച്ചോനെ എനിക്ക് എന്നൊന്ന് കാണണം, നിന്റെ അടുത്തൊന്ന് വരണം. അല്ല പറഞ്ഞു ഇന്നക ലൻ തറാനി, കാണൂലാന്ന്. പക്ഷേ ബാർ ബാർ ഗുസാരിഷ് കിയ ബർഗാഹെ അസമത്തെ ഇലാഹ് മേ, അള്ളഹാനോട് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് കിയ, പഠിച്ചോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അല്ല പറഞ്ഞു, നാല് വലാകിൻ ഇൻദുർ ഇലൽ ജബൽ, ആ മലമക്ക് കൂഹെ തൂർ പേതേക്കോ, ആ പർവ്വതത്തുമേ നോക്കാൻ പറഞ്ഞു. ആ പർവ്വതത്തുമ്മൽ ഫലമ്മാ തജല്ലാ റബ്ബുഹു ജഅലഹു ദക്കൻ വഖറ മൂസാ സഇഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രകാശം, ഒരു തജല്ലി ആ മലമ്മൽ ഉണ്ടായപ്പോൾ മല ഒന്നായിട്ട് പൊടി പൊടിയായി ഭസ്മമായി. വഖറ മൂസാ സഇഖാ, पैगंबर मूसा अलैहिस्सलातु वस्सलाम बेहोश हो. ये सब आलिम जानता है. ആലിമിന് ഇത് മുഴുവൻ അറിയാം. അതുകൊണ്ട് ആലിം ജിബ്രീലാണ് എന്ന് പറഞ്ഞ ശൈത്താനോട് പറഞ്ഞു, തൂ ഇബ്ലീസ്, തൂ ശൈത്താൻ, തൂ ജിബ്രീൽ നഹി. ഒരിക്കലും ജിബ്രീൽ അല്ല നിങ്ങൾ, നിങ്ങൾ കള്ളനാണ്. ഭാഗ് ജാവോ ഇധർ സെ, വേഗം ഇവിടുന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാന് കഥ കഴിക്കുന്ന. ഇബ്ലീസ് നിരാശനായി പോകേണ്ടി വന്നു. माशा अल्लाह हमारे हाफिज जी ने एक वाकिया के जरिए ये पूरा मसला हमारे सामने हैरत अंगेज सूरत में इंकिशाफ किया.